നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈടിന് മരുന്നായി ഉപയോഗിക്കുന്ന ഈടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഴ്ചയിൽ സംഭവിക്കുന്ന എന്താ പറയുന്നത് ചെതങ്കൽ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ളിൽ ചെതങ്കൽ ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മൾ ആദ്യത്തെ ഒരു പ്രത്യേക നാട്ടുമരുന്നായിരുന്നു ഈ വേലിപ്പരുത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് വേലിപ്പരുത്തിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തിൻ്റെ ഷേപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഒറിജിനൽ വേലിപ്പരുത്തി എന്ന് പറയുന്ന സംഭവം. ഇത് കണ്ടല്ലോ, ഇത് നമ്മളെ അത്യാവശ്യം ഒരു വീട്ടിൽ നമുക്ക് ഇത് ഒരു അത്യാവശ്യമായി വളർക്കാൻ ഇതാണ്ട വേലിപ്പരുത്തിയുടെ ഇല കണ്ടോ, നല്ല ഹൃദയത്തിൻ്റെ ഷേപ്പാണ്. ഹൃദയത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന കഫങ്ങൾ ഈ പറഞ്ഞ കണക്കിന് ചിലർക്ക് ഭയങ്കരമായ ചുമയുണ്ടാവും, ചുമയും കഫവും കെട്ടിക്കിടപ്പുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വേലിപ്പരുത്തിയുടെ ഇലയെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുക്കണം. കൈക്ക് പിഴിഞ്ഞാലേ ചാറ് വരും. ചാരെടുത്ത് നമ്മൾ നാടൻ കോഴിമുട്ടയുടെ കൂട്ടത്തിൽ ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അങ്ങ് ഉള്ളിൽ കുടിച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ചെതങ്കൽ കൊണ്ടുണ്ടായിട്ടുള്ള എന്ത് രോഗങ്ങളും മാറി കിട്ടുന്നതാണ്. ഇതാണ് പണ്ട് നമ്മൾ ഈ വീൽചെയറിൽ പറ്റുന്ന ഈട് കേടെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഈ വീൽചെയറിൽ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചെതങ്കൽ ഉണ്ടാകുന്ന ഉള്ളിലുള്ള വ്രണം, അതായത് ഉള്ളിൽ ചതവുണ്ടാവുമല്ലോ, ചതവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യ മരുന്നാണ് നമ്മളെ നാട്ടുമ്പുറത്തെ എല്ലാവരും ഉപയോഗിച്ച. ഇന്നത്തെ കാലത്താണ് ഇതൊന്നും അന്യതരം പെടുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ മരുന്നാണ് എല്ലാവരും ആണ് പെണ്ണ് എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഔഷധമാണ് ഈ വേലിപ്പരുത്തി എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി ഇതിൻ്റെ കൂടുതൽ നമ്മൾ വലിയ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ ഉപയോഗങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ.